ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ നിന്ന് പുറത്തിറക്കി വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതിനുശേഷം ബംഗളൂരുവിലേക്കാകും ആദ്യം കൊണ്ടുപോവുക തെളിവെടുപ്പിനായി എന്നതാണ്. ബംഗളൂരുവിലും ഹൈദരാബാദിലും ചെന്നൈയിലും ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. ഈ സ്വർണം എവിടെ, അതെന്ത് ചെയ്തു എന്നുള്ളതിലൊക്കെ കൃത്യമായ വിശദാംശത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട്. അത് കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിലാണ് SIT നിലവിലുള്ളത്. കോടതി നിർദ്ദേശപ്രകാരം പാലിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കണമെന്നുള്ള കോടതി നിർദ്ദേശം അതെല്ലാം ഇന്നിപ്പോൾ പാലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മനീഷ് മഹിപാലുണ്ട്. മനീഷ്, അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമെന്ന വിവരം വരുന്നു. തിരുവനന്തപുരത്തേക്കാണോ തുടക്കത്തിൽ കൊണ്ടുപോകുന്നത്? എപ്പോഴാണ് കോടതി മുറിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തിറക്കുക? പേരൂർക്കടയിലെ ADGPയുടെ ആസ്ഥാനത്ത് എത്തിച്ച ശേഷമായിരുന്നു പിന്നീട് അവിടെ നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. പക്ഷേ ഇപ്പോഴിതാ റാന്നി കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാംഗ്ലൂരിലെത്തി അവിടെ തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകണം. അത് ഒരേ പോക്കിന്, അതായത് ഈ 3 സ്ഥലങ്ങളിലേക്കും ഒരേ പോക്കിന് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കാം എന്നുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകാതെ പത്തനംതിട്ടയിലോ അടൂരിലോ ഉള്ള പോലീസ് ക്യാമ്പിൽ താൽക്കാലികമായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിർത്തിയ ശേഷം വൈകിട്ടോടുകൂടി തന്നെ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അങ്ങനെ നമുക്ക് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ നിലവിൽ നമുക്ക് അത് പ്രവചിക്കാൻ അല്ലെങ്കിൽ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നാടകീയമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കോടതി നിയോഗിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘമായതുകൊണ്ട് തന്നെ അന്വേഷണ മികവ് തുടക്കം മുതൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കോടതിയിൽ ഇവിടെ പ്രതിഭാഗം ഒരു തരത്തിലുള്ള വാദങ്ങളും ഉന്നയിച്ചത് കോടതി ചെവിക്കൊണ്ടില്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. പ്രത്യേകിച്ചും ജാമ്യാപേക്ഷയ്ക്ക് പോലും പ്രതിഭാഗം മുതിർന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സാധാരണ ഏതു ക്രിമിനൽ ഒഫൻസ് നടത്തുന്ന കേസിലാണെങ്കിൽ കൂടി അവിടെ ജാമ്യാപേക്ഷയുമായി പ്രതിഭാഗം അഭിഭാഷകൻ എത്തും. പക്ഷേ ഇവിടെ ജാമ്യാപേക്ഷ നൽകിയില്ല. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ അവിടെ അതും ഒപ്പോസ് ചെയ്തില്ല എന്നതും നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണ സംഘത്തിന് അനുകൂലമായ ഘടകം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 13 ദിവസത്തോളം കസ്റ്റഡി ലഭിക്കുന്നു. ഏകദേശം ഒക്ടോബർ 30 വരെ കസ്റ്റഡിയിലുണ്ട്. ഈ സമയം ഏകദേശം ഈ 6 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉള്ള കാലാവധിക്കിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടുകിട്ടിയ ഈ ഒക്ടോബർ 30 വരെയുള്ള സമയം അന്വേഷണ സംഘത്തിന് അത് നല്ല പോലെ വിനിയോഗിക്കാനുള്ള സാവകാശം ഇതിനുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും സങ്കീർണമായ വിഷയം 1998 വിജയ മല്യ ഈ ശബരിമലയിൽ കൊണ്ടുവന്ന 30 കിലോയോളം വരുന്ന ഈ സ്വർണം അത് പൂശിയത്, അത് പൊതിഞ്ഞത് സംബന്ധിച്ചുള്ള അന്നത്തെ രേഖകളടക്കം നിലവിൽ അവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊക്കെ ഉള്ളൊരു സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകളില്ല. ഇത് സംബന്ധിച്ച് തെളിവ് ശേഖരണം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുക മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഒരു ഇടനിലക്കാരനാണോ എന്ന് കൂടി സംശയിക്കുന്നുണ്ട്. കാരണം ഈ യോഗേഷ്, നിലവിലുന്ന കൽപേഷ് അടക്കമുള്ള, നാഗേഷ് അടക്കമുള്ള ആളുകൾ ആരൊക്കെയാണ്, ഇവരുടെ യഥാർത്ഥ പേരുകൾ എന്തൊക്കെയാണ്, ഇവർക്ക് ഇതിൻ്റെ റോൾ എന്താണ്? ഒപ്പം തന്നെ ഈ മുരാരി ബാബുവിന് വലിയ പങ്കുണ്ട്. മുരാരി ബാബു ആ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. മുരാരി ബാബു തന്നെ ആദ്യം ദേവസ്വം വിജിലൻസിന് കൊടുത്ത മൊഴി കളവായിരുന്നു. കാരണം ആദ്യം കൊടുത്ത മെഹർസറിൽ താൻ തയ്യാറാക്കിയ മഹർസർ അല്ല അത്, അതിൽ ചെമ്പ് പാളിയെന്ന് ഒപ്പിട്ട് കൊടുത്തത് താനല്ല എന്നടക്കമുള്ള വ്യാജമായ മൊഴി, അത് കളവ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബു കുറ്റക്കാരനാണെന്ന് ആദ്യം തന്നെ ദേവസ്വം വിജിലൻസിന് മനസ്സിലായിരുന്നു. അങ്ങനെ പക്ഷേ ഈ പ്രതിക്കൂട്ടിലുള്ളത് വിരമിച്ച 7-8 ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിലവിൽ തെളിവെടുപ്പ് നടത്തുന്ന അതേ സമയത്ത് തന്നെ, കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന അതേ സമയത്ത് തന്നെ സന്നിധാനത്ത് അവിടെ ഈ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പരിശോധന അവിടെ സമാന്തരമായി നടന്നിരുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഒരു സമയത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഈ കേസിലെ മറ്റു പ്രതികൾ, അതായത് രണ്ടാമത്തെ FIRൽ പേര് വിവരങ്ങളില്ല, അവരുടെ എന്താണ് ആ സമയത്ത് അവർ വഹിച്ചിരുന്ന തസ്തിക, അവരുടെ സ്ഥാനമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണുള്ളത്. ആ ചിത്രം പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്ത് ആ കേസിലെ മറ്റു പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനും അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ? ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പിൽ എവിടെയൊക്കെ പോകും? നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ റോൾ എന്താണ്? സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകൾക്ക് ഹൈദരാബാദിൽ, അതായത് ചെന്നൈയിൽ മാത്രമല്ല, മന്ത്ര എന്നൊരു സ്ഥാപനം ഹൈദരാബാദിലുണ്ട്. ഹൈദരാബാദിൽ എത്തിച്ചാണ് ഈ സ്വർണം അവിടെ വെച്ച് അത് ചെമ്പുമായി വിഘടിപ്പിച്ച് രാസമാറ്റം നടത്തി അവിടെ വെച്ചാണ് സ്വർണം വേർപെടുത്തി അത് മറ്റൊരു സ്ഥലത്തേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുപോയത് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനെ നിലവിൽ പ്രതിക്കൂട്ടിലാക്കുമോ അതോ ഒരു സാക്ഷിയാക്കി മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കമുള്ള തെളിവെടുപ്പിന് പോകുന്ന ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ സംസ്ഥാനത്തിനകത്ത് നടക്കും, ഒപ്പം തന്നെ
തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ സമ്മർദ്ദം വളരെ ഏറി നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം എത്താനിരിക്കുന്നു. 22-ന് രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നു. അങ്ങനെ വളരെ രാഷ്ട്രീയ പ്രാധാന്യം നിറഞ്ഞ ഒരു സമയത്ത് കൂടിയാണ് അന്വേഷണം നടക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം, അതുകൊണ്ട് തന്നെ കോടതി നൽകിയ 6 ആഴ്ച, ആ 6 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ പൂർണ്ണമായ ഒരു ചിത്രം വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഒരു പരന്ന ചിത്രം മാത്രമാണ്. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിശദാംശങ്ങളേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.